വ്യത്യസ്തമാണ്. UAE സംബന്ധിച്ചിടത്തോളം അവർ ഇസ്രായേലുമായിട്ടുള്ള പ്രതിരോധ ഉടമ്പടി അത് കൂടുതൽ ശക്തമാക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതേ സന്ദർഭത്തിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെ അവസ്ഥ ഇപ്പോ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ അമേരിക്കയുമായിട്ടുള്ള ഇത്തരം ബന്ധങ്ങളെ പുനഃപരിശോധിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു ചർച്ചയിലും അതിന് ആ ഒരു അവസ്ഥയിലുമാണ് അവരുള്ളത് എന്ന് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് ഈ അടുത്ത് പുറത്തു വന്ന പല റിപ്പോർട്ടുകളും CNN-ഉം അതുപോലെ തന്നെ ന്യൂയോർക്ക് ടൈംസും ഒക്കെ റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ നമുക്ക് നമ്മുടെ മുന്നിലുണ്ട്. അതായത് അമേരിക്കയുടെ 18ഓളം എയർ ബേസുകൾ, മിലിറ്ററി ബേസുകൾ അത് പൂർണ്ണമായിട്ടും തകർന്ന നിലയിലാണ്. ഏതാണ്ട് അവിടുത്തെ റഡാർ സംവിധാനങ്ങൾ, അതുപോലെ തന്നെ ഈ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങൾ, മറ്റെല്ലാ പിന്നെ സൈനികമായിട്ടുള്ള എല്ലാ എക്യുപ്മെന്റുകളും വളരെ വ്യാപകമായ രൂപത്തിൽ തകർക്കപ്പെട്ട അവസ്ഥയിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം അത് തന്നെയാണ്. ഇതിന്റെ ഒരു അടുത്തൊരു ഭാവി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു റീജിയണൽ പവറായിട്ട് രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണോ അമേരിക്കയും ഇസ്രായേലും ഈ യുദ്ധം കൊണ്ട് ഉദ്ദേശിച്ചത്, ഇറാനെതിരെയുള്ള ഈ ആക്രമണം കൊണ്ട് അവർ ഉദ്ദേശിച്ചതിന്റെ നേർ വിപരീതമായിട്ടുള്ള ഒരു ഫലം അതുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനം ഹോർമുസ് കടലിടുക്കിനെ ഏറ്റവും വളരെ ഒരു ന്യൂക്ലിയർ വെപ്പണിനേക്കാളും മാരകമായിട്ടുള്ള ഒരു ആയുധമായിട്ട് ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ ഹോസ്റ്റേജ് ആയി പിടിച്ചുകൊണ്ട് ഇറാൻ അതിന്റെ ഹോർമുസ് കടലിടുക്കിനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമായി ഉപയോഗിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇപ്പോൾ ഇറാൻ ഭീഷണിപ്പെടുത്തുന്നത് ബാബൽ മന്ദബ്, യമൻ ചെങ്കടലിന്റെ ആ ഒരു ചോക്ക് പോയിന്റ്, ഈ ബാബൽ മന്ദബ് ക്ലോസ് ചെയ്യുമെന്ന് അവർ ഭീഷണിപ്പെടുന്നു. അതുപോലെ തന്നെ ഈ ഹോർമുസ് കടലിടുക്കൂടെയും അതുപോലെ തന്നെ ഇന്ത്യൻ ഓഷ്യനിലൂടെ ഒക്കെ കടന്നു പോകുന്ന പേർഷ്യൻ ഗൾഫിലൂടെ കടന്നു പോകുന്ന ഇന്റർനെറ്റ് കേബിളുകൾ, പിന്നെ ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ അത് തകർക്കും എന്ന് അവർ ഭീഷണിപ്പെടുത്തുന്നു. ഇതിനൊക്കെ പുറമെ ഈ യുദ്ധത്തിന്റെ ഒരു സീസ് ഫയറിന് കഴിഞ്ഞ 98 ദിവസമായി തുടരുന്ന യുദ്ധത്തിന് ഇടയ്ക്കുണ്ടായിട്ടുള്ള ഈ സീസ് ഫയർ വെടിനിർത്തലിന്റെ ആനുകൂല്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇറാൻ അതിന്റെ മിസൈലിന്റെ സ്റ്റോക്ക് പൈലുകൾ വീണ്ടും നിറച്ചിരിക്കുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഈ അടുത്ത് വന്ന ഒരു റിപ്പോർട്ട്, അക്സിയോസ് റിപ്പോർട്ട് ചെയ്ത ഒരു റിപ്പോർട്ട് അനുസരിച്ച് പിന്നെ 2 വർഷം തുടർച്ചയായിട്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ പറ്റുന്ന രൂപത്തിൽ മിസൈലുകൾ ഇറാൻ ശേഖരിച്ചു വെച്ചിരിക്കുന്നു എന്നതാണ്. വാസ്തവത്തിൽ ഇതൊക്കെ തന്നെയാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭീതിജനകമായ ഒരു അവസ്ഥ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ട്രംപ് നെതന്യാഹുവിനോട് പറഞ്ഞതായിട്ട് ഇവിടെ നേരത്തെ പിന്നെ മോഹൻ വർഗീസ് സൂചിപ്പിച്ചു, താങ്കൾ ഒരു ആർ യു ക്രേസി എന്ന് ട്രംപ് നെതന്യാഹുവിനോട് ചോദിക്കുകയും, എവ്രിവൺ ഹേറ്റ്സ് ഇസ്രായേൽ, എല്ലാവരും ഇപ്പൊ ഇസ്രായേലിനെ വെറുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു യുദ്ധം എത്തി നിൽക്കുന്നു എന്ന ഒരു നിലപാടിലേക്ക് ട്രംപ് മാറുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹചര്യം അതാണ്. അപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ യുദ്ധത്തെ നോക്കിക്കാണുമ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു അവസാനം ഉണ്ടാവുക എന്ന് പറയുന്നത് എല്ലാവരുടെയും താല്പര്യത്തിന് അനുകൂലമായിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാവരും അതാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിന് തടസ്സം നിൽക്കുന്നത് ഇസ്രായേലാണ്. ഇസ്രായേൽ എന്ന് മാത്രമല്ല, ഈ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണ് ഇതിന് തടസ്സം നിൽക്കുന്നത് എന്നതാണ് ട്രംപ് പോലും കണ്ടെത്തിയിരിക്കുന്ന യാഥാർത്ഥ്യം. അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ട്രംപ് മാറിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വരുമാനം, അതുപോലെ പ്രകൃതി വാതക വരുമാനം, അതൊക്കെ ഈ കഴിഞ്ഞ 3 മാസമായി നിലച്ചു പോകുന്നു. ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ, പ്രത്യേകിച്ച് എണ്ണ വില വർധന മൂലം ലോകത്തെ എല്ലാ രാജ്യങ്ങളും അതിന്റെ ദുരന്തം അനുഭവിക്കുന്നു. അങ്ങനെ വരുമ്പോ ഈ പ്രതിസന്ധി എത്രയും പെട്ടെന്ന് പരിഹരിക്കുക, ഇതിനൊരു അവസാനം ഉണ്ടാവുക എന്ന പരിശ്രമങ്ങൾ ഏറ്റവും ശക്തമായി തുടരേണ്ട സാഹചര്യത്തിൽ വാസ്തവത്തിൽ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്നത് പോലെ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക്, വീണ്ടും ഒരു ആക്രമണത്തിലേക്ക്, പ്രത്യാക്രമണങ്ങളിലേക്ക് നടന്നെടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ മധ്യസ്ഥ ശ്രമങ്ങൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു രണ്ടു കൂട്ടർക്കും യോജിക്കാവുന്ന പോയിന്റുകളെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് അവർ ആ യോജിക്കാവുന്ന പോയിന്റുകളിലേക്ക് എത്തിക്കുക എന്ന ഒരു പണി ഏതെങ്കിലും ഒരു മധ്യസ്ഥ രാജ്യം സ്വീകരിച്ചേ പറ്റൂ. പാകിസ്ഥാൻ ചെയ്യുന്നതിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു. പക്ഷെ അതേ സന്ദർഭത്തിൽ മറ്റൊരു രാജ്യമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ശക്തിയോ ഈ പറയുന്ന ഒരു ധൈര്യപൂർവ്വം ഒരു മധ്യസ്ഥ ശ്രമത്തിലേക്ക് വരാത്തതിന്റെ കാരണം പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നത്, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയും ഇസ്രായേലും, പ്രത്യേകിച്ച് ഇസ്രായേലിന്റെ ലെബനാനിലുള്ള താല്പര്യങ്ങൾ, ആ ലെബനാനിലെ താല്പര്യങ്ങളാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തടസ്സമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.